ഡ്രൂ ഹാങ്കോക്ക് ഡയറക്റ്റ് ചെയ്ത ഒരു ഹൊറർ മൂവിയാണ് കമ്പാനിയൻ. ഒരു ഹൊറർ മൂവിയായിട്ടാണ് മാർക്കറ്റ് ചെയ്തതെങ്കിലും ഇത് കണ്ടപ്പോൾ എനിക്ക് കൂടുതലൊരു സൈഫൈ ഡാർക്ക് കോമഡി സർവൈവൽ ത്രില്ലറൊക്കെ ആയിട്ടാണ് തോന്നിയത്. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു കപ്പിൾസ് ഒരു ഒഴിഞ്ഞ ഒരു ലേക്ക് സൈഡിലുള്ളൊരു വില്ല പോലൊരു സ്ഥലത്ത് ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നതും പിന്നെ അവിടെ ഉണ്ടാകുന്ന കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ വരുന്നത്. ഇതിൻ്റെ പ്ലോട്ടിൽ കുറച്ച് ട്വിസ്റ്റും സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാര്യം ഇതൊന്നും അറിയാതെ തന്നെ ഈ സിനിമ കാണുമ്പോഴാണ് കുറച്ചുകൂടി ഇമ്പാക്റ്റ് കിട്ടുന്നത്. സിനിമയുടെ പ്ലോട്ടും സസ്പെൻസും എല്ലാം ട്രെയിലറിൽ തന്നെ കാണിച്ചിരുന്നു. നിങ്ങൾ ഈ സിനിമയുടെ ട്രെയിലർ, പോസ്റ്റർ അങ്ങനെയൊന്നും കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാതെ തന്നെ ഈ സിനിമ കാണുമ്പോഴാണ് കുറച്ചും കൂടി എൻജോയ്മെൻറ്റ് കിട്ടുക. നല്ല എൻഗേജിങ് ആയിട്ട് തന്നെ ഡയറക്റ്റ് ചെയ്ത് പെർഫോമൻസൊക്കെ നല്ല എൻഗേജിങ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. സിനിമയുടെ മെയിൻ റോൾ ചെയ്യുന്നത് സോഫിയ താച്ചറാണ്. പിന്നെ ബോയ്സ് സീരീസിലുള്ള ജാക്ക് കേഡുമാണ് മെയിൻ റോൾ ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും തന്നെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ തുടക്കം മുതൽ അവസാനം വരെ നല്ല എൻഗേജിങ് ആയിട്ട് കണ്ടൊരു സിനിമയാണ്. സിനിമ 1.5 മണിക്കൂറാണുള്ളത്. ആ ടൈം നല്ലതുപോലെ തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ എക്സ്ട്രാ ആയിട്ട് ബോറിംഗ് ആയിട്ടോ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ഒരു ഹൊറർ ത്രില്ലർ ആണെങ്കിലും കുറച്ച് കോമഡിയൊക്കെ ഉണ്ട് സിനിമയിൽ. ആ കോമഡിയൊക്കെ നല്ലതുപോലെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ഒരു സീരിയസ് ആവേണ്ട ടൈമിൽ സീരിയസ് ആയിട്ടും പിന്നെ കുറച്ച് ഫൺ ആവേണ്ട ടൈമിൽ ഫണ്ണായിട്ടും തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സിനിമയുടെ സ്റ്റോറിയെക്കുറിച്ച് അധികം പറയുകയാണെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റ് പോകുന്നുള്ളതുകൊണ്ട് കുറച്ച് ഡീപ്പായിട്ട് പറയുന്നില്ല. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ, ട്രെയിലറും ഒന്ന് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാതെ തന്നെ ഈ സിനിമ കാണണം. ഒരു സൈഫൈ സർവൈവൽ ത്രില്ലർ കൈൻഡ് ഓഫ് മൂവി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും ഈ സിനിമ കണ്ടിരിക്കണം.